എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ദിവ്യ, അമ്മയുടെ അനുഗ്രഹം വാങ്ങ്. ഇല്ല, എനിക്ക് ഇവരുടെ കാല് തൊട്ട് വന്നിക്കാൻ പറ്റില്ല. എന്റെ അമ്മയ്ക്ക് നഷ്ടമായ 33 ലക്ഷം രൂപ തിരിച്ചു തരാതെ ഞാൻ ഇവരെ അമ്മായിയമ്മയായിട്ട് അംഗീകരിക്കില്ല. മോളുടെ തീരുമാനം അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ഈ അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. അമ്മേ, നന്നായി വരും മോളെ. ഞാനിങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടാൻ കാരണക്കാരി ആ കലാവതിയാ. എന്നെ ചതിച്ചതിന് എനിക്ക് അവളോട് കണക്ക് തീർത്തേ മതിയാവൂ. ഇതിനെല്ലാം കാരണക്കാരി കലാവതിയാണെന്ന് നീ വെറുതെ പറയണ്ട. ആ പണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിലേ ബോധം കൊണ്ട് തിന്നേണ്ടി വരും. അതെ, ജയിലിലിപ്പം ഗോതമ്പുണ്ടെന്നല്ല, പുറത്തുള്ളതിനേക്കാൾ പോഷകമുള്ള ഗംഭീര ഫുഡാ. മോന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നീ ആശ്വസിക്കണ്ട അംബിക. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ എന്റെ തീരുമാനം. യാമിനി, ദേവി ഇത് കേസ് കൊടുക്കരുത്. എങ്ങനെയെങ്കിലും കലാവതിയുടെ കയ്യിൽ നിന്ന് ആ കാശ് ഞാൻ തിരികെ വാങ്ങിത്തരും. എന്നെ രക്ഷിക്കണം. നിങ്ങളോട് എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. ഇവിടെ നിന്നിറങ്ങിയാ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. അയ്യോ, മോനെ, ഇവര് പറയുന്നത് നീ കേട്ടില്ലേ? നിന്റെ അമ്മ ജയിലിൽ പോകാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. അമ്മ എത്രയും പെട്ടെന്ന് ആന്റിക്ക് കൊടുക്കാനുള്ള കാശ് അറേഞ്ച് ചെയ്യും. അതല്ലാതെ ഇതിന് വേറെ പരിഹാരമില്ല. ദിവ്യ, വാ, ഫോട്ടോ എടുക്കാൻ പോവാം. ഇവനും മറുകണ്ഠം ചാടിയോ? എന്നെ ചതിച്ചവരുടെ തലയില് വെള്ളടി വീഴണേ ഭഗവതി. പഞ്ചരത്നത്തിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് അപ്പച്ചിക്ക് തോന്നാൻ കാരണം എന്താ? എന്നോട് ഈ വിവരം പറഞ്ഞ ചന്ദ്രേട്ടനാണെന്നുള്ള കാര്യം ഇവരറിയണ്ട. അപ്പച്ചി എന്താ ഒന്നും പറയാത്തത്? അത് പിന്നെ അമൃതമോളുടെ കയ്യിലുള്ള അതേ ആഭരണങ്ങള് ദിവ്യപ്രഭ അണിഞ്ഞു കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. അതെ, ശരിക്കും അതാണ് കാരണം. അപ്പച്ചി പറഞ്ഞ സത്യ. ദിവ്യപ്രഭയിട്ട എല്ലാ ആഭരണങ്ങളും എന്റേതുപോലെ തന്നെയാ. അപ്പച്ചി അയച്ചു തന്ന ഫോട്ടോ ആയിട്ട് ഒത്തു നോക്കിയപ്പോ ഞങ്ങൾ മോഷണം നടന്നായിട്ട് തെറ്റിദ്ധരിച്ചു. എന്തായാലും ഈ പ്രശ്നം കൊണ്ട് നേട്ടമുണ്ടായത് ആ ദിവ്യപ്രഭയ്ക്കും അമ്മയ്ക്കുവാ. അവരുടെ സ്വർണം ഫേക്കാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ അംബികയെ ഇനി അവര് വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എന്നാലും നമ്മുടെ ഇതിന് തുല്യമായ ഫേക്ക് ഓർണമെന്റ്സ് അംബിക ആന്റി വഴി എങ്ങനെ ദിവ്യപ്രഭയുടെ കഴുത്തി വന്നു? ഇതിന്റെ പിന്നില് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇതിനിടയിൽ ആ കലാവതിയുടെ പേര് കേട്ടതും സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. വെറുതെ കലയമ്മയെ സംശയിക്കണ്ട. അംബികമാമി വൈരാഗ്യം തീർക്കാൻ ആ പേര് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട അമൃതമോളെ. കലാവതി ഇതിനേക്കാൾ വലിയ തരികടകൾ കാണിച്ചിട്ടുള്ള ആളാ.
പിന്നെ നമുക്ക് പോയാലോ? അപ്പച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നോ? അയ്യോ മോളെ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ജോലികളുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് അങ്ങ് പൊയ്ക്കോളാം. എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. ശരി. എന്നാലും അമൃതയുടെ കയ്യിലുള്ള അതേ മോഡൽ സ്വർണം എങ്ങനെ ദിവ്യപ്രഭയുടെ കയ്യിൽ വന്നു? ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ കലാവതി തന്നെ. ഈ തിരിമറി എങ്ങനെ സംഭവിച്ചു? അതെനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കലാവതി വ്യാജ സ്വർണം പകരം വെച്ച് അമൃതയുടെ ആഭരണങ്ങൾ തട്ടിയെടുത്ത് അംബികയെ കൊണ്ട് മറച്ചു വിറ്റു എന്നുള്ളത് സത്യമാണ്. അതുമാത്രമല്ല, അംബികയെ കേസിൽപ്പെടുത്താൻ വേണ്ട ക്രിമിനൽ ആക്ടിവിറ്റികൾ കലാവതി ചെയ്യുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ എന്നിട്ടും ചന്ദ്രേട്ടനെ വിശ്വസിച്ച് ഇത്രയൊക്കെ ചെയ്ത ഞാനിപ്പോ പഞ്ചരത്നങ്ങളുടെ മുമ്പിൽ മോശക്കാരിയായി. കലാവതി ഒരു മോഷ്ടാവാണെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എന്റെ മക്കൾക്ക് ഒരു ആപത്ത് വരുന്നെന്ന് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ ഇത് അവർക്ക് ഭാവിയിൽ കൂടുതൽ കുരുക്കാവും. എന്നും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന സഹദേവട്ടം പോലും ഈ കാര്യത്തിൽ എന്നെ പഴിക്കാനേ വഴിയുള്ളൂ. ഭാവിയിൽ ആകാശം അഖിലയും തമ്മിലുള്ള ബന്ധത്തെ പോലും ഇത് ബാധിക്കും. നമ്മുടെ ഇടപെടൽ കൊണ്ട് ഈ കല്യാണത്തിന് ഉപയോഗിച്ച ആഭരണം വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ ശ്യാമളെ? അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇതുകൊണ്ട് ഗുണമുണ്ടായതേ ദിവ്യപ്രഭയ്ക്കും അവളുടെ അമ്മയ്ക്കും മാത്രമാ. അംബിക ഈ കേസിൽ പ്രതിയാവാൻ പോവാ. അതിന് കാരണക്കാരി അമൃതയാണെന്നേ സഹദേവേട്ടനോ ആകാശം പോലും കരുതൂ. ഇനി മേലിൽ ഇത്തരം സഹായങ്ങൾ ആവശ്യപ്പെട്ട് എന്റെ ഏട്ടൻ എന്നെ വിളിക്കരുത്. ഇത് എന്റെ ഒരു അപേക്ഷയാ, പ്ലീസ്. ചന്ദ്ര, എന്തിനാ മുഖത്തി സങ്കടം? ചന്ദ്രൻ അഭിമാനിക്കല്ലേ വേണ്ടത്? അകലെ നിന്നിട്ടാണെങ്കിലും മക്കളുടെ സംരക്ഷകനാകാൻ ചന്ദ്രന് കഴിയുന്നുണ്ടല്ലോ. ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്കതിൽ സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് എനിക്കൊരു പേടി. നോ, അങ്ങനെ ഒരു ആശങ്ക തോന്നേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം നല്ല വഴിക്ക് തന്നെയാ. ചെയ്യുന്ന കാര്യങ്ങൾ നന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ഭയം കൂടാതെ ചങ്കുറപ്പോടെ ചെയ്യണം. ചിലപ്പോ അത് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് തന്നു എന്ന് വരില്ല. പക്ഷേ ആ ഒരു ഗുഡ് വിൽ ഉണ്ടല്ലോ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ഇൻ സം അതർ വേ. നല്ല പ്രവർത്തികൾ എപ്പോഴും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാ ആ പറഞ്ഞത്. പഞ്ചരത്നത്തിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ നടന്ന തിരിമറി എനിക്ക് കണ്ടുപിടിക്കാനായത് ഈ പ്രശ്നത്തിന്റെ പിന്നാലെ പോയതുകൊണ്ടാണല്ലോ. നിശ്ചയമായും ജീവിതത്തിൽ ആദ്യമായി കലാവതിക്ക് എവിടെയോ ചുവട് പിഴച്ചു. കലാവതി അംബിയയ്ക്ക് വിറ്റത് പഞ്ചരത്നത്തിലെ ആഭരണങ്ങൾ പോലെ ഇരിക്കുന്ന കുറച്ച് ഫേക്ക് ഗോൾഡായിരുന്നു. അത്രയും വിശ്വാസമുള്ള ആരോ ഒരാൾ അവളെ കൂടെ നിന്ന് കബളിപ്പിച്ചത് തന്നെയാ. അതെ, പഞ്ചരത്നത്തിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കലാവതി ആരെയോ ഏർപ്പാടാക്കി എന്നുള്ളത് ഉറപ്പാ. അതാരായാലും
കലാവതിക്ക് അത്ര വിശ്വാസമുള്ള ഒരാൾ തന്നെ ആയിരുന്നിരിക്കും. മിക്കവാറും ഇതിന് പിന്നിൽ കളിച്ചത് മഹേന്ദ്രനാവാനാണ് വഴി. മഹേന്ദ്രന്റെ ഇടയ്ക്ക് 2 ദിവസം അവിടെ നിന്നല്ലേ. കലാവതി ആ സമയം മുതലെടുത്ത് ഫേക്ക് ഓർണമെന്റ്സ് അവന്റെ കയ്യിൽ കൊടുത്തു കാണും. പക്ഷേ ഒറിജിനൽ ആണെന്ന് വിശ്വസിപ്പിച്ച് തിരികെ കലാവതിക്ക് അത് തന്നെ കൊടുത്തു കാണും അവൻ. പക്ഷേ മഹേന്ദ്രൻ അവന്റെ ചേച്ചി അങ്ങനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ ചന്ദ്ര. എന്റെയും കൂടി അനിയനല്ലേ അവൻ. മഹേന്ദ്രൻ അവളെ ചതിച്ചതാവണമൊന്നുമില്ല. ആ സ്വർണം മാറ്റിയെടുക്കാൻ മഹേന്ദ്രൻ ശ്രമിച്ചിട്ട് ചിലപ്പോൾ നടന്നു കാണില്ല. കലാവതിയെ പേടിച്ച് തൽക്കാലം രക്ഷപ്പെടാനായി മഹേന്ദ്രൻ കളിച്ച ഒരു കളിയുമായിരിക്കാം. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഒരു നിലപാടും എടുക്കണ്ട. വെറുതെ കാഴ്ചക്കാരനായിട്ട് നിന്നാ മതി. കേട്ടിട്ടില്ലേ, സൈലൻസ് ഈസ് ഗോൾഡൻ. അതുപോലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരുന്നാ മതി. അത് ഏറ്റവും വലിയ പ്രയത്നത്തിന്റെ പ്രയോജനം ചെയ്യും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം കലാവതിയുമായി സംസാരിച്ച് തെറ്റാതെ ഇരിക്കുക എന്നതാണ്. ആ വീട്ടിലെ തൽക്കാലം ചന്ദ്രന്റെ കണ്ണും കാതും ബുദ്ധിയും ഉണർന്നിരുന്നാൽ മാത്രം മതി. എന്നാലേ ഇനി അങ്ങോട്ടും മക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഇടപെടലുകൾ നടത്താൻ, അവരെ സംരക്ഷിക്കാൻ ചന്ദ്രന് കഴിയൂ. കലാവതി, 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 ഇവിടെ മനുഷ്യന്മാരാരും ഇല്ലേ? കലാവതി, ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം തന്ന് എന്റെ കയ്യിലെ 33 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിന് ഇപ്പൊ എനിക്കൊരു പരിഹാരം കിട്ടണം. ഏത് സ്വർണത്തിന്റെ കാര്യം അംബിക പറയുന്നേ? ഓ, അപ്പൊ നമ്മൾ തമ്മിൽ നടന്ന ഇടപാടുകളൊക്കെ നീ മറന്നോ? നമ്മൾ തമ്മില് ഒരിടപാട് നടന്നിട്ടില്ലല്ലോ. നീ പറഞ്ഞത് വിശ്വസിച്ച് ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക് നീ തന്ന സ്വർണമാണ് ഞാൻ വിറ്റത്. അതിന്റെ ഇടനിലക്കാരിയായി നിന്ന് 3 ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ മോഹിച്ചു പോയി എന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിനക്കെന്തോ മാനസിക രോഗമാ. വെറുതെ സ്വപ്നം കണ്ട കാര്യമാണോ നീ പറയുന്നേ? അല്ല, ഞാനും നീയും തമ്മില് എപ്പോഴാ ഈ ഇടപാട് നടന്നേ? എടി, നീ എന്തൊക്കെ പറഞ്ഞാലും 33 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇവിടെ നിന്ന് അധികം അഭ്യാസം കാണിച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ ജീവിതം തകർത്ത നിന്നെ ഞാൻ കൊല്ലോടി. ചേച്ചി വിടാനെന്ന് വിടാനല്ലേ പറഞ്ഞു? പറഞ്ഞില്ലേ? അങ്ങോട്ട് വിടാൻ പറഞ്ഞില്ലേ? വിടാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞു. നീ എന്റെ ചേച്ചിയെ കൊല്ലുവല്ലേടി? നിന്നെ ഞാൻ കൊല്ലൂടി. നീ എന്റെ ചേച്ചി എടുത്തു. ചന്ദ്ര, നീ ഇവളോട് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചതാ. എല്ലാവരും ഉപ്പ് തിന്നവരാ. അങ്ങനെയുള്ളവരെ
കാലം തന്നെ വെള്ളം കുടിപ്പിക്കും. വേറൊന്നും എനിക്ക് പറയാനില്ല. എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ബഹളം വെക്കാനൊന്നും പറ്റില്ല. ഇറങ്ങിപ്പോടി. എന്നെ ചതിച്ചതിന് നിന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഇറങ്ങിപ്പോടി. നീ നോക്കിക്കോ. ഓടിയോളൂ. പഞ്ചരത്നത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി? അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പെറ്റൂന്ന് കേട്ടപ്പോ കയറെടുത്തതാ നമുക്ക് പറ്റിയ തെറ്റ്. വിനാശകാല വിപരീത ബുദ്ധി എന്നും കേട്ടിട്ടില്ലേ? നിങ്ങൾ വെറുതെ പഴഞ്ചൊല്ല് പറഞ്ഞു കളിക്കാതെ. മനുഷ്യൻ ഇവിടെ തീയിൽ ചവിട്ടി നിൽക്കുവാ. അതെ, പഞ്ചരത്നം മുഴുവൻ തീയിൽ ചവിട്ടി തന്നെ നിൽക്കുന്നത്. ആ ശ്യാമളയുടെ വാക്കും കേട്ട് നിങ്ങൾ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. പറഞ്ഞു വരുമ്പോ എല്ലാ കുറ്റങ്ങളും ഇനി നമ്മുടെ തലയിൽ തന്നെ ആവും. ആകാശേട്ടൻ എന്ന ക്ഷേത്രത്തിൽ വെച്ച് ഇതിന്റെ പേരിൽ എന്നോട് വളരെ മോശമായി സംസാരിച്ചു. ഇന്ന് വരെ വാക്കുണ്ടോ നോക്കുണ്ടോ നമ്മൾ പഞ്ചരത്നങ്ങളോട് മുഖം മുഷിഞ്ഞ് സംസാരിക്കാത്ത സഹദേവമാമൻ പോലും എന്നെ കുറ്റപ്പെടുത്തി. സത്യത്തിൽ എന്താ നടന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും ആർക്കും പരാതിയില്ലാത്ത സ്ഥിതിക്ക് പോലീസ് ഈ കേസിന്റെ പുറകെ പോവില്ല. നമ്മളായിട്ടൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓ, ഇനി അതിന്റെ ഒന്നും പിറകെ പോയി പുലിവാല് പിടിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടുത്തെ സ്വർണം ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഇനി ഭാവിയിൽ അത് നഷ്ടപ്പെട്ട പോരെ കേസും വഴക്കൊക്കെ. ഇപ്പൊ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. സിസ്ലി ചേട്ടത്തി പറഞ്ഞത് തന്നെ അതിന്റെ ശരി. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം ഭാവിയിലും നഷ്ടപ്പെടാതെ നോക്കണം. അതുമാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. എന്റെ കർത്താവേ, രക്ഷിക്കണേ. ഇത് വെറും സ്വർണത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ എടുത്തു ചാടി പരാതി കൊടുത്തതിന്റെ പേരിൽ മുറിയാൻ പോകുന്നത് ഒരുപാട് ബന്ധങ്ങളാ. ആ മുറിവുണക്കാൻ ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. മാമൻ, മാമനിരിക്കെ. ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനും വന്നതല്ല ഞങ്ങള്. സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് ആദ്യം പറയണം എന്നോടായിരുന്നു. എന്തിനും ഏതിനും നിങ്ങൾ പഞ്ചരത്നങ്ങൾ എന്നോടും ആകാശനോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. ഇത് മാത്രം എന്തേ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയില്ല? നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിട്ടെങ്കിലും എന്നെ ഇവനെ അറിയിക്കാമായിരുന്നല്ലോ. ഞാനതിന് പരിഹാരം കാണുമായിരുന്നല്ലോ. ഇതിപ്പോ അംബിക നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ കള്ളിയായി. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ദിവ്യപ്രഭയുടെ അമ്മ യാമിനി കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അവര് വാശി പിടിച്ച് കേസ് കൊടുത്തിരുന്നെങ്കിലേ അംബിക എന്ന് വഞ്ചനാക്കുറ്റത്തിന് അകത്തായനെ. ആഹാ, അംബിക കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്നെ പോലെ ഡീസന്റായ എത്ര പേര് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ചേട്ടത്തി, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ഇതിൽ കയറി അഭിപ്രായം പറയണ്ട. എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.